എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ട്രഫാർഗർ ലോയും സ്മോക്കറും അവർ രണ്ടുപേരും ഇപ്പൊ പരസ്പരം ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുകയാണ്. ആഷിക്ക് കാഷ്വലായിട്ട് പറയും, നീ ഒരു വാർലോഡ് ആണെങ്കിലും ഞങ്ങൾക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല, ഒരല്പം നീങ്ങി നിൽക്ക്. ഈ ലാബില് നീ അല്ലാതെ മറ്റാരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്, ഞങ്ങൾക്കകത്ത് കയറി ചെക്ക് ചെയ്യണമെന്ന് പറയും. ട്രഫാർഗറിലാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. കട്ട് ചെയ്ത ഇവിടെ നാമിയും ചോപ്പറും അവർ രണ്ടുപേരും കുഞ്ഞുങ്ങളെല്ലാം ചേർത്ത് പിടിച്ച് ഇപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ചോപ്പറിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. കാരണം ആ വില്ലന്മാര് പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് റൂമിലിരുത്തി അവർക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് ഇത്രയും കാലമായിട്ട് കൊടുക്കുകയായിരുന്നു എന്നാണ്. ചോപ്പർ ആണെങ്കിൽ അവരോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, അവര് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അതിനവര് പറയും, ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ല. പക്ഷെ അവര് പറയുന്നത് ഞങ്ങൾക്ക് അസുഖം ഉണ്ടെന്നാണ്. ഞങ്ങളുടെ പാരന്റ്സിനോട് പോലും പറയാതെ ഞങ്ങളെ തട്ടിക്കൊണ്ട് വരികയായിരുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഞങ്ങളുടെ അസുഖം അത് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് സ്പ്രെഡ് ആവാതിരിക്കാനാണ് തട്ടിക്കൊണ്ട് വന്നതെന്നാണ്. ചോപ്പർ ആണെങ്കിൽ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കും. നിങ്ങൾ ആരെങ്കിലും ടയർഡാണോ? നിങ്ങൾ ആരെങ്കിലും ടയർഡ് ആണെങ്കിൽ അവരെ ഞാൻ തോളത്തേറ്റി കൊണ്ടുപോകാന്ന് പറയും. അവനത് പറഞ്ഞ അടുത്ത നിമിഷം കുട്ടികളെല്ലാവരും ഓടി വന്ന് ചോപ്പറിന്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറും. ഭാരം താങ്ങാൻ കഴിയാതെ ചോപ്പർ അടിച്ച് താഴേക്ക് വീഴും. കുട്ടികൾ പറയും, ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ തന്നോണ്ടിരുന്നത് ഒരു മാസ്റ്ററാണ്. മാസ്റ്റർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് മാസ്റ്റർക്ക് ഞങ്ങളെയും ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഒക്കെ ആയിരുന്നു. അവർ വീണ്ടും കുഞ്ഞുങ്ങളെല്ലാം എഴുന്നേൽപ്പിച്ച് ഉഷാറായിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഓടി ഓടി ഇപ്പൊ വലിയൊരു ഡോറിന് മുൻപിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നാമി ആ ഡോർ തുറക്കാൻ ലിവറിൽ പിടിച്ച് വലിച്ച് പഠിച്ച പണി 18 നോക്കും. പക്ഷെ അത് ഓപ്പൺ ആവില്ല. ഉടനെ നമ്മുടെ ചക്കൻ ചോപ്പർ അവനാണെങ്കിൽ എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞ് ഓടിപ്പോയി ഒറ്റ ചവിട്ട് ഡോർ തുറന്നു വരും. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. നമ്മുടെ ആൾക്കാര് ഇപ്പൊ അതുവഴി പാസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും നല്ല തണുത്ത കാറ്റ് അവിടേക്ക് വീശി അടിക്കുക. ഇത് ശരിക്കും എക്സിറ്റ് തന്നെയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രാപ്പ് ആയിരിക്കോ? എക്സിറ്റിൽ ഇത്രയും തണുപ്പ് ഉണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് ചോപ്പറും നാമിയും അവരാ കുട്ടികളെയും കൂട്ടി ഇപ്പൊ പതിയെ പതിയെ മുൻപോട്ടേക്ക് നടക്കും. അപ്പൊ ദൂരത്തായിട്ട് ഒരു വെളിച്ചം കാണും. അവർക്ക് മനസ്സിലാവും അത് പുറത്തേക്കുള്ള പാത്ത് തന്നെയാണെന്ന്. ആവേശത്തിൽ അവർ സ്പീഡിൽ മുൻപോട്ടേക്ക് നടക്കും. ഉടനെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇപ്പൊ സഡൻ ബ്രേക്ക് ഇട്ട് അവിടെ നിൽക്കും. ചോപ്പർ കാര്യം അന്വേഷിക്കും. അവര് പറയും, ഞങ്ങൾ ഇവിടേക്ക് ആദ്യമായിട്ട് വന്നത് ഈ വഴിയിലൂടെയാണ്. ചോപ്പറിനും നാമിക്കും ഭയങ്കര സന്തോഷം. ഒരു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇതാണ് എക്സിറ്റ്. അവര് പറയും, പിന്നെന്തിനാ പേടിക്കണേ, നിങ്ങൾ ഞങ്ങളോടൊപ്പം വായോ. പക്ഷെ കുഞ്ഞുങ്ങള് അവരിപ്പോ കരഞ്ഞ് ചുറ്റും നോക്കാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാരും ഇപ്പൊ അതിന് ചുറ്റും നോക്കും. കറുകറ കറുത്ത് രൂപങ്ങള് ആ രണ്ട് ചുമരിലുമായിട്ട് നമ്മുടെ ആൾക്കാർ കാണും. നമ്മുടെ ആൾക്കാർ കണ്ണൊക്കെ സൂം ചെയ്ത് നോക്കും. അതെല്ലാം തന്നെ റിയൽ ഡെഡ് ബോഡീസ് ആണ്. ഐസില് അങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കണ്ട് പേടിച്ചാണ് കുട്ടികളിപ്പോ അതുവഴി കടന്നു പോകാൻ മടിച്ചു നിൽക്കുന്നത്. നാമിയും ചോപ്പറും ആണെങ്കിൽ അവറ്റകളെ കണ്ട് പേടിച്ച് നിലവിളിക്കും. നാവിയുടെ നിലവിളി ഇപ്പൊ സാഞ്ചി കേട്ട് സാഞ്ചി ഫ്രാങ്കിയോട് പറയും, കമോൺ കമോൺ, നമുക്ക് എത്രയും പെട്ടെന്ന് നാമിയുടെ അടുത്തേക്ക് പോകണം. നാമി നിലവിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അവരിപ്പോ എന്തോ ഒരു അപകടത്തിലാണ് ഉള്ളത്. സാമുറായി ആണെങ്കിൽ തീർത്തു പറയും, ഞാനില്ല, എന്നെ നിങ്ങൾ ഇനി എവിടേക്കും കൊണ്ടുപോകണ്ട. എന്റെ കുഞ്ഞ് അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും പറഞ്ഞ് ആളങ്ങനെ ശാഠ്യം പിടിച്ചു നിൽക്കും. പക്ഷെ സാഞ്ചി ആണെങ്കിൽ അവന്റെ തലയെ പിടിച്ച് തൂക്കി അവന്റെ അടുത്ത് പറയും, ഈ ഒരു അവസ്ഥയിൽ നിനക്ക് നിന്റെ മകനെ അന്വേഷിക്കാൻ കഴിയില്ല. മകനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. സോ നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവനെയും കൂട്ടി സാഞ്ചി ഓടും. അവനാണെങ്കിൽ വീണ്ടും വീണ്ടും സാഞ്ചി ഓരോന്ന് പറഞ്ഞ് വേർപ്പിക്കും. അത് കേട്ട് ഫ്രാങ്കി ആ തല പിടിച്ചു വാങ്ങും. സാഞ്ചി കറക്റ്റ് എയിം ചെയ്ത് അവന്റെ മുഖത്ത് അച്ചരം പൊച്ചറ ഇടിച്ച് അവർ രണ്ടുപേരും നാമിയെ അന്വേഷിച്ചു പോകും. അവിടെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ലൂഫിയാൻ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ആ ബ്രൗൺ ബിയർഡിന്റെ മുൻപിൽ പെട്ട് നിൽക്കുകയാണ്. ബ്രൗൺ ബിയർഡും ടീമും ആണെങ്കിൽ അച്ചരം പൊച്ചറം നമ്മുടെ ആൾക്കാരെ ഷൂട്ട് ചെയ്യും. പക്ഷെ സോറോ അവന്റെ 3 സ്ക്വാഡ് ഉപയോഗിച്ച് ബുള്ളറ്റ്സുകളെല്ലാം തന്നെ നാനാ ഭാഗത്തേക്ക് അങ്ങനെ വെട്ടി വീശും. ലൂഫി അവന്റെ ബോഡി അത് ബോൾ പോലെയാക്കി മാറ്റി ബുള്ളറ്റ് റിവേഴ്സ് അടിക്കും. അപ്പോഴായിരിക്കും ബ്രൗൺ ബിയർഡിന് മനസ്സിലാവുക ലൂഫിക്ക് ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ടെന്ന്. അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ടാക്ടിക്സ് ചേഞ്ച് ചെയ്യും. അത് കണ്ട റോബിനാണെങ്കിൽ ഇപ്പൊ ടെൻഷൻ ആവും. അവള് പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് അവരിപ്പോ വെള്ളത്തിലേക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ വെള്ളത്തിന്റെ അല അത് കൂടി വന്ന് നമ്മുടെ ബോട്ട് അത് മറിക്കാൻ അവർ ശ്രമിക്കുകയാണ്. അവരാണെങ്കിൽ നിർത്താതെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ണെങ്കിൽ വലിയ അലയില് അങ്ങനെ ഇളകി മറിയും. റോബിൻ പറയും, ഇനി ഒന്നും നോക്കാനില്ല, ആ കാണുന്ന ഐസ്ബർഗ് അവിടേക്ക് നമ്മുടെ ബോട്ട് അടുപ്പിക്ക്. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് സേഫ് ആയിരിക്കും. പിന്നെ ഒന്നും നോക്കില്ല. നമ്മുടെ ആൾക്കാർ നല്ല സ്പീഡില് പങ്കായം കൊണ്ട് തുഴഞ്ഞ് ഇപ്പൊ ബോട്ട് അതാ വലിയ ഐസ്ബർഗിന്റെ അടുത്തേക്ക് എത്തിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് റിലാക്സ് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും ആ വില്ലൻ അവനാണെങ്കിൽ ആ ഐസ്ബർഗിനെ പൊച്ചറം ഷൂട്ട് ചെയ്ത് അത് തകർത്ത് താഴെയിടും. അവിടെയും നിൽക്കാൻ പറ്റാതെ നമ്മുടെ ആൾക്കാർ വീണ്ടും ബോട്ട് മുൻപോട്ട്
എയർപോർട്ടിലേക്ക് കൊണ്ടുപോവാണ്. വില്ലൻ നിലവിളിച്ചു പറയും, നിങ്ങൾ എവിടേക്ക് പോയിട്ടും യാതൊരു കാര്യവുമില്ല. ഡബിൾ ഫ്രൂട്ടിന്റെ പവറുള്ള നിങ്ങളെ ഞാൻ ഈ വെള്ളത്തിൽ മുക്കി കൊല്ലൂന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. ബ്രൂക്ക് ആണെങ്കിൽ വേറെ വഴിയില്ലാതെ വീണ്ടും ഉഷാറായിട്ട് ഓടും. അപ്പൊ തൊട്ടു പുറകിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ട് ബ്രൂക്ക് തിരിഞ്ഞു നോക്കും. അവന്റെ പുറകെ ഫോളോ ചെയ്ത് വന്നിരുന്ന ആ ഒരു ബോഡി അതിപ്പോ ഉരുണ്ടുരുണ്ട് അടുത്തുള്ള ആ റിവറിലേക്ക് ഇപ്പൊ തെറിച്ച് വീണിരിക്കുകയാണ്. കട്ട് ചെയ്തവിടെ ട്രഫാർഗർ ലോയും സ്മോക്കറും. അവരാണെങ്കിൽ ഒരുപാട് നേരമായിട്ട് വമ്പൻ തർക്കത്തിലാണ്. കാരണം റൂള് പ്രകാരം അവർക്ക് രണ്ടുപേർക്കും അവിടേക്ക് വരാൻ പെർമിഷൻ ഇല്ല. ഉടനെ സ്മോക്കർ പറയും, ഞങ്ങൾ ഇവിടേക്ക് വന്നത് ലൂഫിയുടെ സൗണ്ട് കേട്ടാണ്. ലൂഫി മറ്റാരോടോ സ്നെയിലിൽ കോണ്ടാക്ട് ചെയ്യുന്നത് ഞങ്ങൾ കേട്ടു. അതനുസരിച്ചാണ് ലൊക്കേഷൻ കണ്ടെത്തി ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവനും അവന്റെ ടീമും ഇവിടെ എവിടെയോ ഉണ്ട്, അല്ലെങ്കിൽ മറ്റേതോ ഒരു ടീം. അവൻ ആ ഒരു റെക്കോർഡിങ് അത് ട്രഫാർഗർ ലോയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കും. നിനക്ക് ലൂഫിയെ കുറിച്ച് നന്നായിട്ട് അറിയില്ലേ? 2 വർഷങ്ങൾക്ക് മുൻപ് നേവി ബേസിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടുന്ന് തന്നെയാണ് സിഗ്നൽ വന്നത്. അവൻ ഈ സ്ഥലത്തിന്റെ പേര് പറയുന്നതും ഞങ്ങൾ കേട്ടു. സ്മോക്കർ ആണെങ്കിൽ ഇപ്പൊ ട്രഫാർഗർ ലോയെ നോക്കും. 2 വർഷങ്ങൾക്ക് മുൻപ് ലൂഫിയെ രക്ഷിച്ചത് നീയാണെന്ന് എനിക്ക് അറിയാം. ട്രഫാർഗർ ലോയ്ക്കാണെങ്കിൽ ഇപ്പൊ ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരണേ? നിങ്ങൾക്കിപ്പോ എന്താ ആവശ്യം? അതിന് സ്മോക്കർ ആണെങ്കിൽ ഞങ്ങൾ ഇത്ര നേരവും പറഞ്ഞിട്ട് നിനക്കത് മനസ്സിലായില്ലേ? ഞങ്ങൾക്കിവിടെ പരിശോധിക്കണം. അതിനായിട്ട് നീ ഞങ്ങളെ അനുവദിച്ചേ പറ്റൂ. വഴിയിൽ നിന്ന് മാറി നിൽക്ക്. പക്ഷെ ട്രഫാർഗർ ലോ അവൻ മാറാൻ തയ്യാറാവില്ല. എന്നെ കൊണ്ട് പറ്റില്ല. ഞാനിപ്പോ എന്റെ വെക്കേഷൻ ആഘോഷിക്കുകയാണ്. സോ ഇവിടെ ഒരു ഇറിറ്റേഷനോ ഡിസ്കംഫേർട്ടോ ആരാലും ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ സ്റ്റബേൺ ആയിട്ട് നിൽക്കും. എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് ലൂഫി ഇവിടേക്ക് വരികയാണെങ്കിൽ അവന്റെ തല നിങ്ങൾ ചോദിക്കാതെ തന്നെ വെട്ടിയെടുത്ത് നിങ്ങളുടെ കാൽക്കൽ ഞാൻ കൊണ്ടുവന്ന് തരും. സോ ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് പോവണം. ആ സമയത്തായിരിക്കും കുഞ്ഞുങ്ങളുടെ ശബ്ദം അവരെല്ലാവരും കേൾക്കുക. അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അപ്പറും നാമിയും ആ കുഞ്ഞുങ്ങളും എല്ലാവരും ഇപ്പൊ പുറത്തേക്ക് ഓടിയെത്തും. അവരെ കണ്ട് സ്മോക്കറും ട്രഫാർഗർ ലോയും D5 സോൾജിയേഴ്സും ടഷിക്കയും അങ്ങനെ എല്ലാവരും ഷോക്കാവും. കുഞ്ഞുങ്ങളാണെങ്കിൽ സന്തോഷത്തില് തുള്ളിച്ചാടും. വാവ്, ഞങ്ങൾ പുറത്തെത്തി. ഇനി എത്രയും വേഗം ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെയും അച്ഛനെയും കാണാം. അവരുടെ എല്ലാം തൊട്ടു പിന്നാലെ ഫ്രാങ്കി ആണെങ്കിൽ കാലിൽ ടയറൊക്കെ കടുപ്പിച്ച് അവിടേക്ക് സ്മൂത്ത് ആയിട്ട് എത്തും. അതിന്റെ പിന്നാലെ സാഞ്ചി പാഞ്ഞു വന്ന് ഇപ്പൊ അവന്റെ കോട്ടൂരി നാമിക്ക് ഇട്ടുകൊടുക്കും. ഫ്രാങ്കി ആണെങ്കിൽ ഇപ്പോഴും നേവിക്കാരെ ഒന്നും ശ്രദ്ധിക്കാതെ പമ്പൻ ആക്ഷനും ഡാൻസ് സ്റ്റെപ്പൊക്കെ ഇട്ട് ആ കുട്ടികളെ അവരെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. സാഞ്ചി ആണെങ്കിൽ ട്രഫാർഗർ ലോയെ കണ്ട് ഷോക്കാവും. നീ അന്ന് ലൂഫിയെ പ്രൊട്ടക്ട് ചെയ്തവനല്ലേ, നിനക്കെന്താ ഇവിടെ കാര്യം? അതിനുശേഷം അവൻ വീണ്ടും ടേൺ ചെയ്ത് നോക്കും. അപ്പോഴായിരിക്കും G5 സോൾജിയേഴ്സിനെയും സ്മോക്കറിനെയും കാണാം. ഓ മൈ ഗോഡ്, ചിൽഡ്രൻസ്, നാമി, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം. നേവി ആൾക്കാര് നമ്മളെ റൗണ്ട് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് സാഞ്ചി ആണെങ്കിൽ വീണ്ടും അവരെയും കൂട്ടി ഇപ്പൊ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. സ്മോക്കർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പൊ ട്രഫാർഗർ ലോയോട് പറയും, യു ആർ അൺബിലീവബിൾ. നീ ഇത്രയും വലിയൊരു കള്ളനായിരുന്നോ? ഇവിടെ ഇത്രയും പേരെ ഒളിപ്പിച്ചു വെച്ചിട്ടാണോ നീ ഞങ്ങളുടെ അടുത്ത് കള്ളം പറഞ്ഞേ? ട്രഫാർഗർ ലോ ആണെങ്കിൽ ഒരു സെക്കൻഡ് കൺഫ്യൂസ്ഡ് ആവും. അതിനുശേഷം വലിയൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഉള്ളില് സ്മോക്കറിന്റെ കപ്പല് അതങ്ങനെ ഉയർത്തി കൊണ്ടുവരും. ട്രഫാർഗർ ലോ അവരുടെ കപ്പൽ തകർക്കാൻ പോവാണെന്ന് മനസ്സിലാക്കിയ സ്മോക്കർ ആളിപ്പോ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. സ്മോക്കർ ഫൈറ്റ് ചെയ്യാൻ പോവാണെന്ന് മനസ്സിലാക്കിയ അവന്റെ അസിസ്റ്റൻസ് അവരും അവനോട് കൂടെ കട്ടയ്ക്ക് നിൽക്കും. അങ്ങനെ 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.